ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള കുട്ടികൾ പഠനത്തിനും റിസർച്ചിനുമായി MG യൂണിവേഴ്സിറ്റിയിൽ വന്നു പോകുന്നു. വളരെ വ്യത്യസ്തവും നൂതനവുമായ പഠന വിഷയങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഓഫർ ചെയ്യുന്നത്. ഇന്ന് കരിയർ ഗുരുവിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ സയൻസ് വിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളും ഗവേഷണങ്ങളും പുതിയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി 2008 ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റൻസീവ് റിസർച്ച് ഇൻ ബേസിക് സയൻസസ് നിലവിൽ വരുന്നത്. രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുകയാണ് IIRBS ലക്ഷ്യമാക്കുന്നത്. യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് MS പ്രോഗ്രാം നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ്. സാധാരണ സയൻസിന് യൂണിവേഴ്സിറ്റിയൊക്കെ എടുക്കുന്നത് MSc, BSc കഴിഞ്ഞിട്ട് MSc ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ എല്ലാം എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളാണ് BScക്ക് വരുന്നത്. അപ്പോൾ അത്ര ഞങ്ങൾക്ക് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള കുട്ടികളെ കിട്ടത്തില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം കോളേജുകളിലൊക്കെ. ഞങ്ങൾ IIT ഒക്കെ എടുക്കുന്നത് പോലെ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് വി ആർ കണ്ടക്ടിങ് ആൻ എക്സാമിനേഷൻ, 3 level എക്സാമിനേഷൻ. വി ആർ അഡ്മിറ്റിംഗ് സ്റ്റുഡൻസ്. അവർ MS പ്രോഗ്രാം എന്നാണ് പറയുന്നത്, മാസ്റ്റേഴ്സ് ഇൻ സയൻസ് പ്രോഗ്രാം. സോ ദേ ക്യാൻ സ്പെഷ്യലൈസ് ഇൻ കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോളജി. ഒരു ടാലൻറ്റ് പൂൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കുട്ടികൾ നല്ല റിസർച്ച് ആവാൻ വേണ്ടിയുള്ള ഇതാണ്. സോ വി ആർ ഫൈൻഡിങ് ഔട്ട് to attract the good students, we are giving them some fellowship also. Some 2,000 rupees per month we are giving fellowship. So we are conducting a 3-tier selection process comprising objective, comprehensive and interview. Based on the thing we are taking 10 students. And we are giving basic training in research, highlighting the importance of science, bringing all the people, വെളിയിൽ നിന്നൊക്കെയുള്ള ആളുകളെ കൊണ്ടുവരാണ്. IIT നിന്നും IISc നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നൊക്കെയുള്ള പ്രൊഫസേഴ്സിനെ കൊണ്ടുവന്നാണ് ഞങ്ങളിവിടെ ക്ലാസ് എടുക്കുന്നത്. Examination also, the question paper is mainly prepared by them only. എന്നിട്ട് ഞങ്ങളിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു അസസ് ചെയ്യുകയാണ്. വി ആർ ട്രെയിനിങ് ദം ടു ഗെറ്റ് പബ്ലിക്കേഷൻ ഇൻ ഗുഡ് ജേർണൽസ്. അങ്ങനെ ഞങ്ങളുടെ കുട്ടികൾ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഒരു റിന്യൂഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും സയൻസിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ സാധിക്കും. ധാരാളം എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും മാത്രം ഉണ്ടായാൽ ഒക്കത്തില്ല. അപ്പം ടെക്നോളജി ഉണ്ടാവണമെങ്കിൽ വി നീഡ് വെരി സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സയൻസ്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. കോട്ടയത്ത് പ്രിയദർശിനി ഹിൽസിലെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റൻസീവ് റിസർച്ച് ഇൻ ബേസിക് സയൻസസ്. സയൻസിൽ താൽപര്യമുള്ള കുറഞ്ഞത് 55% മാർക്കോടെ +2 പാസ്സായ കുട്ടികൾക്ക് ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവേശനം ലഭിക്കുന്നു. അഞ്ചു വർഷത്തെ ഇന്റർ ഡിസിപ്ലിനറി ഇന്റഗ്രേറ്റഡ് MS പ്രോഗ്രാമിൽ സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പഠനം നടത്താൻ പ്രാപ്തരായ ഗവേഷകരെയും പ്രഗത്ഭരെയും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച MS പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് പഠനത്തിനും അപ്പുറത്തേക്കുള്ള എക്സ്പീരിയൻസ് ആണ്. കോണ്ടാക്ട് ക്ലാസുകളിൽ പുറത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പ്രഗത്ഭർ, ശാസ്ത്രജ്ഞർ എന്നിവർ ലെക്ചറുകൾ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയിലൂന്നിയ പഠനത്തിൽ കുട്ടികൾ സ്വന്തമായി ഗവേഷണങ്ങൾ നടത്തിവരുന്നു. വിഖ്യാതമായ സയൻസ് ജേണലുകളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ പേപ്പറുകൾ പ്രസിദ്ധീകരിക്കുന്നു. ലാബിന്റെയും പരീക്ഷണോപകരണങ്ങളുടെയും പ്രവർത്തനം, മേൽനോട്ടം, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്നിവയും കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്നു. എന്നും 8 മണിക്ക് ക്ലാസ് തുടങ്ങുന്നത് 5 മണി വരെ എങ്ങനെയാലും കാണും. 8 മണിക്ക് മുതൽ 8 മണി വരെ 9 മണി വരെ മിക്കവാറും ഇന്ന് സെമിനാർ ആയിരിക്കും. അതിനുശേഷമാണ് ക്ലാസ്. അവധി ദിവസം ശനിയാഴ്ച ഉണ്ടാവും, ചില ദിവസം ഞായറാഴ്ച ദിവസം. കാരണം ഈ റിസോഴ്സ് പേഴ്സൺസ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരണമെങ്കിൽ അവർക്ക് അവധി ദിവസം വരാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ അവധിയൊന്നുമില്ല. ശനിയാഴ്ച ദിവസവും ഇവന് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ ക്ലാസ് ഉണ്ടാവും. ട്രെയിനിങ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങൾ ഇവിടെ വിടുന്നുണ്ട്. ഈവൻ വി ആർ സെൻഡിങ് സ്റ്റുഡൻസ് ടു എബ്രോഡ് ആൾസോ ഗെറ്റ് ട്രെയിൻഡ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വി ആർ സ്പോൺസറിങ് ദാറ്റ്. പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് IIT ബോംബെ, IIT ചെന്നൈ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, പിന്നെ NMR റിസർച്ച് സെൻറ്റർ ബാംഗ്ലൂർ, ലിക്വിഡ് റിസർച്ച് സെൻറ്റർ ബാംഗ്ലൂർ, ഇവിടെയൊക്കെ ഞങ്ങൾ കുട്ടികളെ വിടുന്നുണ്ട്. ഇവരുമായിട്ട് കൊളാബറേറ്റീവ് റിസർച്ച് നടത്തുന്നുണ്ട്.
ശാസ്ത്രലോകത്തെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ അറിയാനും പഠിക്കാനും ഇവിടുത്തെ വ്യത്യസ്തമായ പഠനരീതി കൊണ്ട് സാധിക്കുന്നു. കുട്ടികൾ പഠനത്തിന്റെ ഭാഗമായി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സർവകലാശാലകളിൽ പോയി വരുന്നു. ക്ലാസ് റൂം പഠനത്തോടൊപ്പം ഒറിജിനൽ റിസർച്ച് വർക്കുകളും ചെയ്യുന്ന കുട്ടികൾക്ക് പഠന നിലവാരത്തിൽ വളരെ മുന്നിലെത്താനുള്ള അവസരമാണുള്ളത്. അഞ്ചു വർഷത്തെ ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാമും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡിംഗ് കോംപ്ലക്സും IIRBSന്റെ ഭാവി പരിപാടികളിൽ വരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യുക www.iirbsmgu.com. കരിയറിൽ ടേണിംഗ് പോയിന്റ് ആയേക്കാവുന്നതാണ് ക്യാമ്പസ് സെലക്ഷൻ. ക്യാമ്പസ് സെലക്ഷനിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു കരിയർ വിദഗ്ധൻ ശ്രീ BS വാര്യർ. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന് മുമ്പ് നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ തയ്യാറെടുക്കേണ്ടതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉപരി പഠനത്തിന് വേണ്ടി സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ പല ചോദ്യങ്ങളും ചോദിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തുടക്കത്തിൽ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നേരത്തെ ഇത് സാധാരണ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്ന MBA പഠിക്കുന്നവർക്ക്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് അവർക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിന്നതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഈ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് സാധാരണ രീതിയിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദങ്ങൾ പഠിക്കുന്നു, ഫിസിക്സ് BSc പഠിക്കുന്നു, ഫിസിക്സ് MSc പഠിക്കുന്നു, മാത്തമാറ്റിക്സ് പഠിക്കുന്നു, അവർക്കുമൊക്കെ ഇത് സാധിക്കും. ഈ പലതരം കമ്പനികൾ, ഇപ്പോൾ IT കമ്പനികളാകട്ടെ, എഞ്ചിനീയറിംഗ് കമ്പനികളാകട്ടെ, മറ്റുള്ള കമ്പനികളാകട്ടെ, ഏതായാലും ഇവർ വരുമ്പോൾ ഒരു ക്യാമ്പസിൽ വരുമ്പോൾ അവർ ചില കാര്യങ്ങൾ നോക്കും. അവർക്കും സൗകര്യമാണല്ലോ. കാരണം ഒരു സ്ഥാപനത്തിൽ ചെന്ന് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടികളെ നേരിട്ട് കണ്ട് നേരത്തെ അവർക്ക് ജോലി വാഗ്ദാനം ചെയ്യുകയാണ്. അവർക്ക് അപേക്ഷ അയക്കാനോ അപേക്ഷ ക്ഷണിക്കാനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കമ്പനികൾക്കും കൊള്ളാം, വിദ്യാർത്ഥികൾക്കും കൊള്ളാം, രണ്ടു കൂട്ടർക്കും നല്ലതാണ്. പക്ഷേ എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ? അത് പല കമ്പനിയും പല തരത്തിലാണ്. ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും, എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും. ആ എഴുത്ത് പരീക്ഷ ചിലപ്പോൾ ചില ആളുകളുടെ യുക്തി ചിന്ത, പസിൽസ് എന്ന് പറയും. ചില കമ്പനികൾ പസിൽസ് ആണ്, ചില പ്രശ്നങ്ങളൊക്കെ കൊടുത്ത് നിർത്താനും. കാരണം അവർ ബുദ്ധിശക്തി IQ നോക്കുകയാണ്. അറിവ് പരിശോധിക്കാൻ സർവകലാശാല പരീക്ഷ ഉള്ളതുകൊണ്ട് അതിലേക്ക് അധികം പോകുകയില്ല. പക്ഷേ ചില കമ്പനിക്കാർ വിഷയങ്ങൾ ചോദിച്ചു എന്ന് വരാം. ചിലർ ഒരു കോമൺ സെൻസ് ഉണ്ടോ നോക്കുന്നതായിരിക്കാം. ചിലർ പള്ളിക്കൂടത്തിലെ കണക്കൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഓരോ കമ്പനി ഓരോ തരത്തിലായിരിക്കും ചോദിക്കുന്നത്. ഏത് കമ്പനിയിൽ പോകുന്നു അവരുടെ എന്താണ്, ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണോ, വെറബിലിറ്റി ആണോ, ലോജിക്കൽ റീസണിംഗ് ആണോ, ബേസിക് ഡൊമൈൻ നോളജ് ആണോ, പസിൽസ് ആണോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് വേണം നമ്മൾ തയ്യാറെടുക്കുന്നത് എഴുത്തു പരീക്ഷ. ഈ എഴുത്തു പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു കടമ്പേതിലുണ്ട്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. എഴുത്ത് പരീക്ഷ കുറച്ചൊക്കെ ആളുടെ കിട്ടി, അവരെ മുഴുവൻ കമ്പനിക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറേ ആളുടെ ഒഴിവാക്കണം, എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം, അതിനുള്ള ഒരു രീതിയാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ചർച്ച എന്ന് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഒരു ഉദ്യോഗാർത്ഥി വന്നിരുന്ന് ഒരു 4-5 പേര് മുതിർന്നവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്രിമമായ ഒരു അന്തരീക്ഷമാണ്. അതിന് പകരം ഗ്രൂപ്പ് ചർച്ചയാകുമ്പോൾ സമന്മാരായ കുട്ടികൾ, ഒരുപക്ഷെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും, അവർ 8-10 പേര് വെച്ചിട്ട് അവർക്കൊരു വിവാദ വിഷയം കൊടുക്കുമ്പോൾ അവർ സ്വതന്ത്രമായി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ പല ശേഷികളും, ഭാഷ എങ്ങനെയാണ്, യുക്തി ചിന്തയുണ്ടോ, ഈ നമ്മളെ ഒന്ന് എതിർത്ത് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ടീം വർക്ക് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പ് ചർച്ച, അപ്പോൾ അതിൽ പങ്കെടുക്കണമെങ്കിൽ ഇന്ന് സമൂഹത്തിലുള്ള വിവാദ വിഷയങ്ങളെപ്പറ്റി ഒരു സാമാന്യ ബോധമുണ്ടെങ്കിലേ സംസാരിക്കാൻ ഒക്കുകയുള്ളൂ. കാരണം വെറുതെ തർക്കിക്കാൻ ഒക്കുകയില്ലല്ലോ. അടിസ്ഥാന വസ്തുതകൾ ഉണ്ടെങ്കിൽ മാത്രമേ തർക്കിക്കാൻ ഒക്കുകയുള്ളൂ. ആദ്യം ഫാക്ട്സ് വേണം. ഈ അറിവുകൾ സമ്പാദിക്കണം. പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? തർക്കം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചർച്ചയാണ്. ആ ചർച്ച ചെയ്യണമെങ്കിൽ പലപ്പോഴും ഒരു അല്പം പ്രസംഗത്തിൻ്റെ മട്ടതിൽ വരും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാംശീകരിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പോൾ എഴുത്തു പരീക്ഷ വന്നു, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂവിൽ പല കാര്യങ്ങൾ പറഞ്ഞു. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ പങ്കെടുക്കേണ്ട എല്ലാ സാങ്കേതിക വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർവ്യൂ പലപ്പോഴും പൊതുവായ കാര്യങ്ങൾ ചോദിച്ചിട്ടിരിക്കും. നമ്മുടെ വിഷയം മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വം എങ്ങനെ അറിയുന്നതിന് വേണ്ടി, നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ ദൃഷ്ടികൾ പോകുന്നുണ്ടോ നോക്കിയിട്ട്, നമ്മൾ ആശയങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ നോക്കിയിട്ട്, ആശയങ്ങളുടെ മനസ്സിൽ പാകപ്പെടുത്തുന്നു നോക്കിയിട്ട്, ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നിർണ്ണയിക്കുന്ന ഒരു രീതിയായിരിക്കും ഇൻ്റർവ്യൂവിലുള്ള. തീർച്ചയായിട്ടും അതൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ നോക്കുമ്പോൾ ആശയവിനിമയം നോക്കും, ബുദ്ധിശക്തി നോക്കും, ഉത്സാഹിയാണോ നോക്കും. പലപ്പോഴും തണുപ്പന്മാരെ ആർക്കും ആവശ്യമില്ല. ഏത് സ്ഥാപനം നല്ല ഊർജ്ജസ്വലതയുള്ള യുവാക്കളെയും യുവതികളെയുമാണ് ഏത് കമ്പനികൾക്കും ആവശ്യം. അതൊക്കെ നമ്മൾ നോക്കും. നേതൃത്വ ഗുണങ്ങളുണ്ടോ നമ്മൾ നോക്കും. പിന്നെ ഒരു പക്വത വേണം. എടുത്തുചാട്ടക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു കമ്പനിയിൽ നല്ല ഉത്തരവാദിത്തമൊക്കെ എടുക്കുമ്പോൾ എടുത്തുചാട്ടക്കാരല്ല വേണ്ടത്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നോക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർ വരുമ്പോഴാദ്യം നമുക്ക്
ഒരു CV എഴുതി കൊടുക്കണം. എന്നെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങളെല്ലാം അതിലുണ്ടായിരിക്കണം. ഞാൻ എങ്ങനെ പഠിച്ചു, എൻ്റെ മാർക്ക്, എൻ്റെ മറ്റു കഴിവുകൾ, എൻ്റെ ഹോബി എന്താണ്, എൻ്റെ പറ്റി റെഫറൻസ് കൊടുത്തിട്ട് ആരെങ്കിലും, അതൊരു പ്രത്യേക ഒരു വിഷയമാണ്. അത് നമ്മൾ പഠിക്കണം. അതുപോലെ ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് പല കാര്യങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ വെറുതെ കയറി തർക്കിക്കുക എന്നുള്ളതല്ല. ഒരു തർക്ക വിഷയമായിരിക്കും തന്നിരിക്കുന്നത്. ആ വിഷയത്തെപ്പറ്റി ഒരു ധാരണ നമുക്കുണ്ടായിരിക്കാം. 10 പേരിരിക്കുന്നു, ആദ്യം പറയാൻ ഏറ്റവും ക്രെഡിറ്റ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് പല അഭിപ്രായങ്ങൾ വരും. പലപ്പോഴും നിങ്ങളെ എതിർത്തുനിന്ന് വരും. എതിർത്താൽ ഉടനെ നമ്മൾ തടർന്നു പോകരുത്. എതിർത്താലും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ പുറകോട്ട് പോകുന്നെങ്കിൽ അയാളെ കൈപിടിച്ച് കൊണ്ടുവരണം. ഒരു ചർച്ച കഴിയുമ്പോൾ ഒരു നമ്പർ 6 എന്നൊരാൾ ഒന്നും പറഞ്ഞില്ല. ആ നമ്പർ 6 യു ഡിഡ്ന്റ് സേ എനിത്തിങ് സോ ഫാർ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് എന്ന് ചോദിക്കുക. അപ്പോൾ അതിനകത്താണ് അയാളെ കൂടെ നമ്മൾ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള സഹകരണശീലമുള്ള ടീം വർക്കുള്ള ഒരാളെന്ന് വരും. അപ്പോൾ ഈ തരത്തിലുള്ള ശേഷികളൊക്കെ വേണം ഇത് ശരിയായിട്ട് പരിശീലനം വേണം. ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം ഈ എഴുത്തു പരീക്ഷയിൽ. അപ്പോൾ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ എങ്ങനെയാണ് ശീലിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കമ്പനികൾക്കും കൊള്ളാം, വിദ്യാർത്ഥികൾക്കും കൊള്ളാം, വിദ്യാർത്ഥികൾക്കും കൊള്ളാം. അപ്പോൾ അവർ അതിന് വേണ്ട രീതിയിൽ ഇപ്പോൾ CV എഴുതുന്നത്, എഴുത്തു പരീക്ഷ എങ്ങനെയാണ്, ഗ്രൂപ്പ് ചർച്ച എങ്ങനെയാണ്, ഇൻ്റർവ്യൂ എങ്ങനെയാണ്, ഇതേപ്പറ്റിയൊക്കെ പഠിച്ച് വളരെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അത് പോവുകയാണ്. തീർച്ചയായിട്ടും കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അതിനുവേണ്ടി തയ്യാറെടുക്കാം. അത്തരം സ്ഥാപനങ്ങൾ പ്രവേശനം നേടുന്നതിൽ വിദ്യാർത്ഥികൾക്ക് ശ്രമിക്കുകയും ചെയ്യാം. കരിയർ ഗുരു ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അഡ്രസ്: പ്രൊഡ്യൂസർ, കരിയർ ഗുരു, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. കരിയർ ഗുരുവിന്റെ ഈ എപ്പിസോഡ് കാണാനായി ലോഗിൻ ചെയ്യുക www.manoramanews.com/careerguru.